നമ്മൾ നാട്ടിൽ നിന്ന് വന്നിട്ട് ഏകദേശം ഒരാഴ്ചയായിട്ടുണ്ടെങ്കിലും മീൻ വാങ്ങിക്കുന്നത് ഇന്നാട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ ഇങ്ങനെ വഴിയരികിലൊന്നും അധികം മീനൊന്നും ചെന്നൈയിൽ കാണാറില്ല. നമ്മൾ താമസിക്കുന്ന ഏരിയയിൽ ഒട്ടുമില്ല ട്ടോ. അപ്പോൾ മാർക്കറ്റിൽ പോയി തന്നെയാണ് മീൻ വാങ്ങിക്കുക. അപ്പോൾ ഇന്നാണ് ഷൈച്ചേട്ടന് സൗകര്യം കിട്ടിയത്. അങ്ങനെ വറ്റയാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇവിടെ മഞ്ഞപ്പാര എന്ന് പറയും. നമ്മളും പാര എന്ന് പറയാറുണ്ടല്ലോ അവിടെ. അപ്പോൾ മഞ്ഞപ്പാര ഒരു പ്രത്യേക രുചി തന്നെയാണ് ട്ടോ. കറി വെച്ചാലും വറുത്താലും ഒക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണെന്ന് വെട്ടിയെടുക്കാമെന്നും കൂടെ ഒന്ന് നോക്കാം ട്ടോ. ഇതിൻ്റെ മുള്ളെല്ലാം ഞാൻ ഇതുപോലെ ഒരു കത്രിക കൊണ്ട് നന്നായിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. എപ്പോഴും ഈ മഞ്ഞ പാരയ്ക്ക് നമ്മൾ കറി വെച്ച് കഴിയുമ്പോഴേക്കൊക്കെ ഒരു പ്രത്യേക രുചി തന്നെയാണ്. പക്ഷേ ഈ മഞ്ഞ കളർ അല്ലാത്തൊരു വറ്റ കിട്ടുമല്ലോ, അതിന് അത്രയ്ക്ക് അങ്ങനെ ടേസ്റ്റ് തോന്നാറില്ല കേട്ടോ. അതിന് ഉപ്പും പുളിയൊന്നും പിടിക്കാത്ത പോലെയൊക്കെ എനിക്ക് തോന്നാറുണ്ട്. ഈ മീനാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക രുചി തന്നെയാണ് കറി വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ തമിഴ്നാട്ടിൽ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു മീനും കൂടിയാണ് കേട്ടോ ഇത്. അങ്ങനെ ഞാൻ മുള്ളൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതുപോലെ ഇതിൻ്റെ ആ മാംസത്തോട് ചേർന്നിട്ടൊരു മുള്ളുണ്ടാവും ഇതുപോലെ. അപ്പോൾ അതൊന്ന് ചെത്തിയെടുക്കണം ഇതുപോലെ കേട്ടോ. അപ്പോൾ ശരിക്കും പരിചയമില്ലാത്ത ആരെങ്കിലും ആണ് ഇത് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിച്ച് ചെയ്യണം. കാരണം ഇത് നമ്മൾ നല്ല ബലത്തിലായിരിക്കുന്നത്. അപ്പോൾ കത്തി വെച്ച് നല്ല ബലം പ്രയോഗിക്കുമ്പോൾ ഒന്ന് പാളിപ്പോയി കഴിഞ്ഞാൽ കൈ മുറിയും കേട്ടോ. എന്നിട്ട് ഒരു കരിങ്കല്ലിൽ വെച്ചിട്ട് അതിൻ്റെ ചെതമ്പല ഉരച്ച് കളയോ അല്ലെങ്കിൽ കത്തി വെച്ച് ഇതുപോലെ തുടച്ച് മാറ്റുകയോ ചെയ്യാം. അപ്പോൾ കുറച്ച് നല്ല പച്ച മീനാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ മീനുകളും നന്നാക്കാനായിട്ട് കുറച്ച് എളുപ്പമുണ്ട് കേട്ടോ. പിന്നെ ഉടഞ്ഞു പോവില്ല. അതല്ല ഇങ്ങനെ ഒരുപാട് ഐസിട്ട മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കാതിരിക്കുക. ഇനി അങ്ങനത്തെ മീനാണ് കിട്ടിയിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിച്ച് തന്നെ വെട്ടണം. അല്ലെങ്കിൽ മീനൊക്കെ അങ്ങോട്ട് ഉടഞ്ഞ് ഒരു പരിവായി പോകും. അപ്പോൾ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് മാറ്റിയിട്ട് വേണം നമ്മൾ ആ വായ്ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിലുള്ള ആ കുടലും പിന്നെ അതിൻ്റെ ചെകിളയുണ്ടല്ലോ ആ ചുമന്ന കളറിൽ, അതെല്ലാം എടുത്ത് മാറ്റാനായിട്ട് എളുപ്പമുണ്ടാവും. എന്നിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുക. എന്നിട്ട് ഇപ്പം ഞാൻ ആ പിടിച്ച ഭാഗത്ത് ഒരു വെള്ള കളറിലൊരു ഇത് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന കാണാം. ഇപ്പോൾ ഇതിൻ്റെ ഓൾറെഡി പോന്നു. ചിലതങ്ങനെ ആദ്യം പോരില്ല. അതും കൂടി ഒന്ന് വലിച്ച് കളയാം കേട്ടോ. അത് എല്ലാ മീനുകളുടെയും ഒരുമാതിരി അങ്ങനെ വലിച്ച് കളയുന്നതാണ് നല്ലത്. അതെനിക്ക് അമ്മ പറഞ്ഞു തന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ ക്ലീൻ ആയിട്ടോ. അപ്പോൾ ഈസിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.